പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1972 അപ്പോളോ 17 ദൗത്യത്തിനു ശേഷം ആദ്യമായാണ് മനുഷ്യർ ചന്ദ്രനിലേക്ക് വീണ്ടും ഒരു യാത്ര തിരിച്ചത്. 50-ലധികം വർഷങ്ങൾക്ക് മുൻപ് നീൽ ആംസ്ട്രോങ് ചന്ദ്രന്റെ മണ്ണിൽ പതിപ്പിച്ച ആ ആദ്യ പാദമുദ്ര മനുഷ്യ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായിരുന്നു. മനുഷ്യന്റെ ചെറിയൊരു ചുവടുവയ്പ്, മാനവരാശിയുടെ വലിയ കുതിച്ചുചാട്ടം എന്ന് നമ്മൾ വിശേഷിപ്പിച്ച ആ ദൗത്യത്തിനു ശേഷം ചന്ദ്രൻ പതുക്കെ നമ്മുടെ മുൻഗണനാ പട്ടികയിൽ നിന്ന് എന്നോ പുറത്തായിരുന്നു. പക്ഷേ പതിറ്റാണ്ടുകൾക്കൊക്കെ ശേഷം വെറുമൊരു സന്ദർശനത്തിനപ്പുറം ചന്ദ്രനെ മനുഷ്യന്റെ ഒരു സ്ഥിരം താവളമാക്കി മാറ്റാനുള്ള ബൃഹത്തായ ഒരു പദ്ധതിയുമായി നാസ വീണ്ടും ചന്ദ്രനിലേക്ക് ആർട്ടിമിസ് 2 യാത്ര തിരിക്കുകയായിരുന്നു. ആ യാത്രക്കൊടുവിൽ പുത്തൻ നാഴികക്കല്ലുകൾ സ്വന്തം പേരിൽ എഴുതി വെച്ചാണ് ദൗത്യസംഘം ഭൂമിയിലേക്ക് തിരികെ എത്തിയത്. അതും ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം അകലേക്ക് സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡ് ഇട്ടുകൊണ്ട് ആ 4 പേരും ഭൂമിയിലേക്ക് പതിക്കുകയും ഉണ്ടായി. ഇന്ന് പുലർച്ചെ 4:37 ഭൂമിയിൽ നിന്ന് 4,06,771 കിലോമീറ്റർ വരെ അകലെയാണ് ആ പേടകം എത്തിയത്. ഇനി ഇതാണ് മനുഷ്യൻ ഭൂമിയിൽ നിന്നും സഞ്ചരിച്ച പരമാവധി ദൂരം. ഈ ചരിത്ര നിമിഷത്തിൽ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശാസ്ത്രജ്ഞനും SCERT കരിക്കുലം കമ്മിറ്റി എക്സ്പേർട്ടും എഴുത്തുകാരനുമായ ഡോക്ടർ സാബു ജോസ് ആണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ സാബു ജോസ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഭൂമിയിൽ നിന്നും കാണാത്ത ചന്ദ്രന്റെ മറുവശം കൂടി കണ്ട് ആർട്ടിമിസ് 2 ദൗത്യസംഘം ആ 4 പേരും സുരക്ഷിതമായി സ്പ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുന്നു. അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു നാസ. ഈ സമയത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? മറുവശം ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ മിഷൻസിലൊക്കെ മറുവശം എടുത്തിട്ടുണ്ട്. മാൻഡ് മിഷനിലാണ് ഈ മറുവശം നമുക്ക് കാണാൻ പറ്റാതായി പോകുന്നത്. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മറ്റെല്ലാ സാറ്റലൈറ്റ്, ഇപ്പൊ നമ്മൾ ചന്ദ്രയാൻ 3 മറുവശം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യന് കാണാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇമേജ് ഭൂമിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, യെസ്. ഡോക്ടർ സാബു ജോസ്, ഇപ്പം ആദ്യമായിട്ട് ഒരു ഭൂഗോളത്തെ ഒരു ഫ്രെയിമിലാക്കി ആർട്ടിമിസ് സംഘം അയച്ചൊരു ഫീഡിൽ നമ്മൾ കേട്ടിരുന്നു, ഒരു വശത്ത് ചന്ദ്രൻ, മറ്റൊരു വശത്ത് അമ്പിളിക്കല പോലെ ഭൂമി നിൽക്കുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു ലൈവ് ഫീഡിൽ ക്രിസ്റ്റീന കോച്ച് പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നു 99.9% മനുഷ്യർക്കും നടക്കാത്തൊരു കാര്യമാണ്. അതായത് ഇപ്പം മനുഷ്യന്റെ ചരിത്രത്തിൽ തന്നെ ആകെ 28 മനുഷ്യർക്ക് മാത്രമല്ല ചന്ദ്ര ഗ്രാവിറ്റി അനുഭവിക്കുന്നിടത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അവിടെ എത്തി ആ കാഴ്ച കണ്ട ആദ്യ വനിത കൂടിയാണ് ക്രിസ്റ്റീന കോച്ച്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേനും ഈ ദൗത്യം അത് ചരിത്രമായി തന്നെ നിലനിൽക്കില്ലേ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന കോക്കിന്റെ ഒരു ദൗത്യത്തെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും. അതിന്റെ ഒരു അല്പൊരു തമാശ കൂടി ഉണ്ട്. എന്തുകൊണ്ടാണ് ഒരു വനിത ഇപ്പൊ മുകളിലേക്ക് പോയെന്ന് നാസയുടെ ഡയറക്ടറോട് ചോദിച്ചാൽ, ഇതിന് മുൻപത്തെ ഡയറക്ടറോട് ഐസക് മാനോട് മുൻപിലുള്ള ഡയറക്ടറോട് ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു ആൻസർ വളരെ കൗതുകമുള്ളതായിരുന്നു. പത്രപ്രവർത്തകരോട് ചോദിച്ചാണ്, നിങ്ങളുടെ വീട്ടിലൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, പദ്ധതികൾ തയ്യാറാക്കുന്ന ആരാണ്, നിങ്ങളാണോ വൈഫാണോ ചോദിച്ചു. അയാൾ പെട്ടെന്ന് പറഞ്ഞു വൈഫാണ്. യെസ്, അതുപോലെ തന്നെ ഒരു ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് വനിതകളായിരിക്കും. സോ ഞങ്ങൾ ഒരു വനിതയെ തിരഞ്ഞെടുത്തു എന്ന് തമാശയോട് പറഞ്ഞാണ്. പക്ഷെ ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം അതൊന്നുമല്ല. ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു റഡാർ സ്റ്റേഷൻ സ്ഥാപിക്കുക, ദെൻ ഔട്ട് പോസ്റ്റുകൾ നിർമ്മിക്കുക, ദെൻ ഒരു പ്ലാസ്മ ട്യൂബുകൾ പോലെയുള്ള, അതായത് അവിടെ ഓക്സിജൻ ഉണ്ട്, അന്തരീക്ഷത്തിലില്ല, മേളിക്കോലത്ത് മണ്ണിലുണ്ട്, അത് ഉപയോഗിച്ചിട്ട് പിന്നെ അവിടെ ജീവിക്കാൻ സാധിക്കുമോ നോക്കുക, ദെൻ കൃഷി ചെയ്യുക, ദെൻ ഒരു ഫർദർ യാത്രകൾക്കായിട്ടുള്ള അതിനപ്പുറത്തേക്കുള്ള യാത്രകൾക്കുള്ള ഔട്ട് പോസ്റ്റുകൾ നിർമ്മിക്കുക. ഇങ്ങനെ ഒരു വലിയ മിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോയിട്ട് ചന്ദ്രനിൽ പോയി ഇറങ്ങുക എന്നുള്ളത് നാസ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിന്റെ സാഹചര്യങ്ങളൊക്കെ പഠിക്കണം. എന്ന് പറഞ്ഞാൽ അപ്പോളോ 1 മുതൽ അപ്പോളോ 17 വരെയുള്ള ദൗത്യങ്ങൾ പോലെ തന്നെയാണ് ആർട്ടിമിസ് 1 മുതൽ ഇനിയുള്ള ആർട്ടിമിസിന്റെ അടുത്ത ദൗത്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, ഒരു പൈലറ്റിനെ അല്ല പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, സയന്റിസ്റ്റുകളാണ് ഇനി വേണ്ടത്. റിസ്ക് അല്ല പ്രധാനം, ഇനി സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ദൗത്യത്തിന് ആർട്ടിമിസിന് വളരെയധികം പ്രസക്തിയുണ്ട്. ക്രിസ്റ്റീന കോക്കിനെ പോലെയുള്ള, അല്ലെങ്കിൽ വൈസ്മാൻ, അതേപോലെ ഗ്ലോവർ പോലെയുള്ള എക്സ്പെർട്ടുകളെ ഉപയോഗിക്കുന്ന കാര്യവും അത് തന്നെയാണ്.
ഓക്കെ, ഡോക്ടർ സാബു ജോസ്, ഇപ്പം 10 ദിവസത്തെ യാത്രയായിരുന്നല്ലോ. എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ബുൾസർ ലാൻഡിംഗ് വരുന്നു. ഈ ഓറിയോണിന്റെ ഡിസൈൻ മാറ്റണമോ എന്ന ചോദ്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതിനുള്ള വിശകലനങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായി. പക്ഷേ ഒടുവിൽ ഗോ അഹെഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് വരുന്നു, ആ ദൗത്യം തുടങ്ങുകയാണ്. ആ ഒരു വിശ്വാസം ഓറിയോൺ ഇന്റഗ്രിറ്റി പേടകം കാത്തിരിക്കുന്നത് തന്നെ നമുക്ക് ആ സ്പ്ലാഷ് ഡൗൺ കാണുമ്പോൾ മനസ്സിലാകും. നാസയ്ക്ക് ഈ ദൗത്യം നൽകുന്ന ഒരു കോൺഫിഡൻസ് എത്രത്തോളം ആയിരിക്കും? Simply mathematics. Without mathematics, nothing will happen. മാത്തമാറ്റിക്സ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അവർ വെൽ പ്ലാൻഡ് ആണ്. ഇപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഗൗരവമൊന്നും അല്ലാതെ ഓൾറെഡി അവർ പ്ലാൻ ചെയ്ത ഒരു മിഷനാണ്. അപ്പോ ഫ്യൂച്ചറിൽ നമ്മളിപ്പോ ISRO തന്നെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു മാൻഡ് മിഷൻ ഉദ്ദേശിക്കുന്നത് 2040-ലാണ്, 2040-ലാണ്. നാസ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ്. മറ്റേത് ബഹിരാകാശ ഏജൻസിയേക്കാളും ഒരു 50 years എങ്കിലും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അവര് വെൽ പ്ലാൻഡ് ആണ്. ഓക്കെ, ഇപ്പം ഇനി ഉള്ളത് ചൈനയുടെ മിഷനാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ആർട്ടിമിസ് ദൗത്യം തുടങ്ങുന്ന സമയം, ഈ 2-ന്റെ തന്നെ തുടങ്ങുന്ന സമയത്ത് കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യം നിശ്ചയിച്ച ഡേറ്റ് മാറി. ഇവർക്ക് കുറച്ചധികം നാൾ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നു. ഈ 4 യാത്രികർക്കും ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നു. ഇത് വേഗത്തിലാക്കാൻ തീരുമാനിച്ചത് പോലും ചൈനയുടെ ദൗത്യം തൊട്ട് പിന്നാലെ വരുന്നു. അതിനു മുൻപ് നടത്തണമെന്നുള്ള നാസയുടെ ഒരു നിശ്ചയദാർഢ്യം കൂടിയായിരുന്നല്ലോ. അപ്പോൾ ഇനി ചൈനയുടെ മിഷൻ വരാൻ പോവുകയാണ്. ഇപ്പം ഈ പല രാജ്യങ്ങളും സങ്കീർണമായ പല മിഷൻസിനും തയ്യാറെടുക്കുന്നുണ്ട്. നമ്മുടെ ഗഗൻയാനെ ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും നിർണായകമായ മിഷൻസിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ആർട്ടിമിസ് 2 ദൗത്യം വന്നത് അത് ബഹിരാകാശ സഞ്ചാര ദൗത്യങ്ങൾക്ക് നൽകുന്ന ഒരു വേഗം എത്രത്തോളമായിരിക്കും ഡോക്ടർ സാബു? ഇതില് നേരത്തെ പറഞ്ഞതിനകത്ത് എനിക്കൊരു ഭിന്നാഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ശീത യുദ്ധ കാലം എന്ന് പറയില്ല, ആ സമയത്തായിരുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ രാജ്യങ്ങളും ഈ ബഹിരാകാശ ദൗത്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹിരാകാശം ആരുടെയും സ്വന്തമല്ല എന്നുള്ള ഒരു വ്യവസ്ഥയിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ISROയുടെ ഒരു മിഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ ബാംഗ്ലൂരിൽ മാത്രമല്ല. ഇപ്പൊ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പൊ അവിടെ മാത്രമല്ല സംഭവം നടക്കുന്നത്. എന്ന് പറയുകയാണെങ്കിൽ പസഫിക്കിലുണ്ടാവും, അറ്റ്ലാന്റിക്കിലുണ്ടാവും, സ്വീഡനിലുണ്ടാകും, ഇപ്പൊ ന്യൂയോർക്കിലുണ്ടാകും, ഇപ്പൊ ചിലി പോലുള്ള സ്ഥലങ്ങളുണ്ടാകും. ചൈനയുടെ മിഷനും അങ്ങനെ തന്നെ. പിന്നെ വേഗത കൂട്ടുക എന്ന് പറഞ്ഞൊരു വലിയ കഥയിലാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്, പ്രൊപ്പലൻസ് എന്ന് പറയും. അപ്പോ ഇപ്പോൾ ഈ SLS എന്ന് പറയുന്നത് സ്പേസ് ലോഞ്ച് സിസ്റ്റം, അത് സാറ്റൻ 5 റോക്കറ്റിൽ ഉപയോഗിച്ച ഇന്ധനമല്ല ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് 2 തരത്തിലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു ഖര ഇന്ധനവും, അതാണ് ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൗണ്ട് ഡൗൺ ചെയ്തതിനു ശേഷം ഏറ്റവും അവസാനം പറയും ബൂസ്റ്റർ ഇഗ്നീഷൻ എന്ന് പറയും. ഈ ബൂസ്റ്റർ റോക്കറ്റുകളിനകത്ത് ഖര ഇന്ധനം ഉപയോഗിക്കും. ദെൻ ഇതിൽ ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് ഓക്സിജൻ ആൻഡ് ലിക്വിഫൈഡ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത്. ഈ 2 ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ ISRO ഉപയോഗിക്കുന്ന 3 തരത്തിലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കും. അതായത് ഒരു സോളിഡ് ആയിട്ടുള്ള ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട്, ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട്, ദെൻ ലിക്വിഫൈ ചെയ്ത ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലങ്ങനെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൈഡ്രജൻ നമുക്കറിയാമല്ലോ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ്, ആദ്യമുണ്ടായ മൂലകമാണ്, ഏറ്റവും കൂടുതലുള്ള മൂലകമാണ്. അത് എസ്കേപ്പ് ചെയ്യും. അപ്പൊ അതിനെ സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലീക്കേജ് ഉണ്ടാകുന്ന സമയത്താണ് ഇത് പ്രൊപ്പൽഷൻ മാറ്റിവെക്കുന്നത്. പക്ഷെ മിഷനുകളിലെല്ലാം തന്നെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്പേസ് മിഷൻ ചെയ്യുന്നത്. മത്സരം അതിനകത്ത് ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഞങ്ങൾ പല സ്ഥലത്ത്, ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ ആയിരിക്കുവാണെങ്കിൽ തന്നെ മറ്റു പല ബഹിരാകാശ ഏജൻസികളുടെയും ഡാറ്റാസ് നമുക്ക് കിട്ടും തിരിച്ചു. അപ്പൊ അതുകൊണ്ടൊരു മത്സരം ഇതിനകത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇപ്പം ഈ ഇനിയുള്ളത് ആർട്ടിമിസ് 4, അതിലാണല്ലോ ഇനി മനുഷ്യൻ ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പം ആ ഒരു ദൗത്യമൊക്കെ എന്നത്തോടെ പ്രതീക്ഷിക്കാം ശ്രീ സാബു ജോസ്? ആർട്ടിമിസിന്റെ എല്ലാ മിഷനും അങ്ങനെ തന്നെയാണ്, മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 2030 ഒക്കെ ആകുമ്പോഴേക്കും മേ ബി ഒരു സാധ്യതയാണ് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നുള്ളത്. വീണ്ടും അതില് അവിടെ എത്തിക്കുന്നതിൽ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് അവിടെ പോയിട്ട് ഈ പണ്ട് US ചെയ്ത പോലെ അവിടെ പോയിട്ട് US-ന്റെ ഒരു പതാക നാട്ടുകയോ പിന്നെ അതേപോലെ തന്നെ അവർ വാഹനം ഓടിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ റോബോട്ടുകൾ ചെയ്യുന്നുണ്ട്. നാസയുടെ തന്നെ അപ്പോളോ 17 ദൗത്യത്തിലാണ് ഒരു സയന്റിസ്റ്റ് പോയത്, ഹാരിസൺ ഷ്മിറ്റ്. അതുവരെ ആ കൂടെയുള്ള യാത്രക്കാർ ഒന്നും, അല്ലെങ്കിൽ ആസ്ട്രോനോട്ട്സ് ഒന്നും
സയന്റിസ്റ്റുകളല്ലായിരുന്നു. അപ്പൊ ഇനിയുള്ള മിഷനുകളിൽ സയന്റിസ്റ്റുകളാണ് പോകുന്നത്. അതുകൊണ്ട് നാസയ്ക്ക് ഒരിക്കലും റിസ്ക് എടുക്കാൻ പറ്റില്ല. ഈ സയന്റിസ്റ്റുകളുടെ ലൈഫിന്റെ വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല അവർ ചെയ്യുന്ന ഒരുപാട് റിസർച്ചുകൾ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വാഹനം ഉപയോഗിക്കണം, ഏറ്റവും നല്ല പ്രൊഫഷണൽ ടെക്നോളജി ഉപയോഗിക്കണം, ഏറ്റവും നല്ല സേഫ് ലാൻഡിംഗ് ഉപയോഗിക്കണം. ഇതെല്ലാം നാസ മാത്രമല്ല, ലോകത്തിലുള്ള ഏത് ബഹിരാകാശ ഏജൻസിയും നേരിടുന്ന പ്രശ്നം തന്നെയാണ്. അതായത് ഒരു ഫ്ലൈ ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇനി ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് ചന്ദ്രൻ ഇനി ഇറങ്ങുന്നത് എന്നുള്ള സംഭവമുണ്ട്. അല്പം തമാശയുണ്ട് അതിനകത്ത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭൂമിയിലുള്ള ഈ ഘന ലോഹങ്ങളുടെ ഒക്കെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ചന്ദ്രനിൽ നിന്ന് ഖനനം ചെയ്തിട്ട് ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ കച്ചവട താല്പര്യം ഉണ്ടോ എന്നുള്ള സംശയവുമുണ്ട്. എന്തായാലും ചന്ദ്രനില് ഈ മൂൺ ലാൻഡിങ്ങിനോടൊപ്പം തന്നെ ഈ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മാത്രമല്ല, ഭൂമിയിൽ നിന്ന് ഈ ഘനലോഹങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കുമല്ലോ അവിടെ നിന്ന് തന്നെ ഖനനം ചെയ്തിട്ട്. ഡോക്ടർ സാബു ജോസ്, ഇപ്പം ഈ നമ്മൾ ഇപ്പം നേരത്തെ ഉള്ള മിഷൻസ് ഒക്കെ നോക്കും. ഇപ്പം ഏറ്റവും ഒടുവിൽ കണ്ട ഒരു സ്പ്ലാഷ് അത് ഈ ഡ്രാഗൺ പേടകത്തിൽ വന്ന സുനിത വില്യംസിൻ്റെ ആയിരുന്നല്ലോ, 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം. അന്ന് സുനിത വില്യംസ് വന്നതിന് ശേഷം പിന്നീട് ആ സ്പ്ലാഷ് ഡൗൺ കഴിഞ്ഞു. പിന്നെ ആ പേടകത്തെ വലിച്ചുകൊണ്ടുപോയി പിന്നെയാണ് അതിനെ ഈ ഒരു എയർ ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നതും ഒക്കെ. പക്ഷേ ഇന്ന് ഈ സ്പ്ലാഷ് ഡൗൺ ചെയ്ത് ഡയറക്റ്റ് അവിടുന്ന് ഒരു എയർ ലിഫ്റ്റാണ് നമ്മൾ കണ്ടത്. അപ്പം അത് ആ ഒരു സ്പ്ലാഷ് ഡൗൺ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്താ തോന്നി? അത് എന്തുകൊണ്ടായിരിക്കും നാസ അവിടെ വെച്ച ഒരു ഡയറക്റ്റ്ലി എയർ ലിഫ്റ്റ് അവരുടെ ഒരു ആരോഗ്യമൊക്കെ പരിഗണിച്ചായിരിക്കുമോ? ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം ഇവര് പോയത് 10 ദിവസത്തെ ഒരു യാത്രയാണുള്ളത്. സുനിത വില്യംസ് അവിടെ താമസിച്ചത് കുറച്ചധികം കാലം. എന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ISS പോയത്. പക്ഷേ റിട്ടേൺ അത്ര എളുപ്പമായില്ല. സോ ഇങ്ങനെ വരുന്ന ആൾക്കാരെല്ലാവരെയും ക്വാറന്റൈൻ ചെയ്യും ബഹിരാകാശവാസത്തിന് ശേഷം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോഴും സംശയമുണ്ട്, ബഹിരാകാശത്തിൽ ഏതെങ്കിലും സൂക്ഷ്മജീവികൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഈ സൂക്ഷ്മജീവികൾ ഉണ്ടെങ്കിൽ അത് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മ്യൂട്ടന്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലവിലുള്ള ആന്റിബയോട്ടിക്സുകൾ കൊണ്ടോ അതിനെ പരിഹരിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യന്റെ ഉന്മൂലനാശനമായിരിക്കും അത് സംഭവിക്കുക. നമുക്ക് അതിന്റെ ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ അതിനുള്ള ആന്റി വൈറൽ ആയിട്ടുള്ള സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ കൂടുതൽ സമയം നിൽക്കുമ്പോൾ കൂടുതൽ സമയം ഇവരെ ക്വാറന്റൈൻ ചെയ്യണം. അതുകൊണ്ടുമാണ് ഇങ്ങനത്തുള്ള യാത്രകളിൽ ഈ ക്വാറന്റൈൻ നിർബന്ധമാക്കുന്നത്. അത് മാത്രമല്ല, ഈ ഗ്രാവിറ്റി വലിയ പ്രശ്നം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാമല്ലോ, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംസ്ട്രോങ് ലൈൻ എന്ന് പറയും, 116 കിലോമീറ്റർ ഭൂമിയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ എന്നുള്ള സംഭവം അനുഭവപ്പെടാത്തൊരു മേഖല. പിന്നീട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ സീറോ ഗ്രാവിറ്റി എന്ന് ഞങ്ങൾ പറയില്ല, ഞങ്ങളെപ്പോലെ ആൾക്കാർ മൈക്രോ ഗ്രാവിറ്റി എന്നാ പറയും. സീറോ ഗ്രാവിറ്റി എന്ന് പറയുന്ന സ്ഥലമില്ല. യൂണിവേഴ്സിൽ എല്ലായിടത്തും ഗ്രാവിറ്റി ഉണ്ട്, അഫക്ട് ചെയ്യും. പക്ഷെ അത് മൈക്രോസ്കോപ്പിക് ലെവലിലായിരിക്കും. അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലോട്ടിങ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ അവിടെ ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു ബഹിരാകാശ സഞ്ചാരി അനുഭവിക്കുന്ന കുറച്ചുകൂടെ തീവ്രമായിരിക്കും. ചന്ദ്രന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് അത്ര തീവ്രത ഉണ്ടാകില്ല, കാരണം ചന്ദ്രന്റെ ഒരു ഗ്രാവിറ്റി ഉണ്ട്. അതായത് ഭൂമിയുടെ ആറിലുണ്ടെങ്കിലും ഗ്രാവിറ്റി അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു 400 കിലോമീറ്റർ ഉയരത്തിലുള്ള സ്പേസ് സ്റ്റേഷനിൽ അത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ജീവിച്ചു വരുന്ന ആള് തിരിച്ച് ഭൂമിയിലേക്ക് എത്തുമ്പോൾ, മാത്രവുമല്ല ഒരുപാട് കാലത്തിന് ശേഷമാണെങ്കിൽ 3 മാസം 4 മാസം കഴിഞ്ഞ് വരുവാണെങ്കിൽ അയാൾക്ക് ഭൂമിയിലെ ലൈഫുമായിട്ട് പൊരുത്തപ്പെടൽ വലിയ പ്രശ്നമാണ്. കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയിണ്ടാവും, അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടാവും, അയാള് അടിഭാഗം ഏതാണ് മുകൾ ഭാഗം ഏതാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഈവൻ ഒരു നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പോലും ഇത് ചെയ്യുന്നത് ശരിയാകില്ല, അവിടെ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അവസ്ഥ. അപ്പൊ ഈ ഒരു സംഭവത്തിനെയാണ് അവര് എന്താ പറയുക, സേഫ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് മാക്സിമം അവരെ ക്വാറന്റൈൻ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. ഡോക്ടർ സാബു ജോസ്, ഇപ്പം ഈ മിഷൻ കഴിഞ്ഞു തിരിച്ചു വന്നു, ഇനിയിപ്പോൾ ഇവരുടെ ഒരു ക്വാറന്റൈൻ കാലാവധിയൊക്കെ എങ്ങനെയായിരിക്കും? അതിനുശേഷമുള്ള പരീക്ഷണങ്ങൾ അതെപ്പോഴാകും തുടങ്ങുക? ഇനി വരാൻ പോകുന്ന ചൊവ്വ ദൗത്യത്തിന് ഈ ആർട്ടിമിസ് 2 ദൗത്യ സംഘം നൽകുന്ന ഈ ഓരോ കാര്യങ്ങളും, അവർ നൽകിയിരിക്കുന്ന ഓരോ സാമ്പിളുകളും അത് എത്ര കണ്ടാണ് നിർണായകമാവുക? ഇതൊരു സാമ്പിൾ റിട്ടേൺ ദൗത്യമൊന്നുമല്ല, നമ്മൾ അവിടെ നിന്ന് സാമ്പിൾ ശേഖരിച്ചിട്ടൊന്നുമില്ല. ഇത് ജസ്റ്റ് ഫ്ലൈ ബൈ മാത്രമേ ഉള്ളൂ. അപ്പോ ഇപ്പൊ നമ്മൾ മാസ് മിഷൻ എന്നൊക്കെ പറയുമ്പോൾ അതും ഈ പറയുന്ന മാൻഡ് മാസ് മിഷൻ ഏകദേശം 2040 നടക്കുള്ളൂ. നമ്മളിപ്പോ അലീസ ഗേഴ്സന്റെ കാര്യം പറഞ്ഞിരുന്നു പണ്ട്, അതൊരു നല്ല ന്യൂസ് അല്ല, ഫേക്ക് ന്യൂസ് ആണ്. അതല്ലെങ്കിൽ 17 വയസ്സുള്ള ഒരു കുട്ടി അലീസ ഗേഴ്സൺ,
മാർസിലേക്ക് പോകുന്നു, ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര എന്നൊക്കെ. അത് ഭയങ്കര ഒരു വാർത്താ പ്രാധാന്യം നേടിയതാണ്. ഇപ്പൊ 23 വയസ്സായി, ഇപ്പോഴും യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും മാൻഡ് മിഷൻ ഒന്നും ഈ മാർസിലേക്ക് നടത്തുന്ന അത്ര എളുപ്പമൊന്നുമല്ല. ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് റോബോട്ടിക് ആയിട്ടുള്ള മിഷൻ പോലും ഈ മാർസിലേക്ക് എത്തുന്നതിന് ഒരു സമയം 8.5 മാസം അല്ലെങ്കിൽ 9 മാസം എടുക്കും, ഭൂമിയിലെ കാലഗണന അനുസരിച്ചിട്ട്. അപ്പൊ ഒരു മനുഷ്യജീവിക്ക് അത്ര സമയത്തൊന്നും, മാത്രമല്ല ഇതൊരു വലിയ ഒരു റൂമൊന്നും അല്ലല്ലോ. ഇപ്പൊ തന്നെ നമ്മൾ ആർട്ടിമിസ് ഉപയോഗിക്കുന്ന ഒറിയോൺ ആ പേടകം ആണ് സാമാന്യം വലിപ്പമുള്ളത്. ഇതിനു മുമ്പ് അപ്പോളോ ദൗത്യത്തിൽ ഉപയോഗിച്ചൊന്നും ഇത്രയും വലിപ്പമുള്ളതല്ല. അപ്പൊ ഈ 8 മാസം ഒരാൾക്ക് ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കണം, മുറിയൊന്നും ഇല്ല, അതിനേക്കാളും ചെറിയ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു പോവുക ഒരു മനുഷ്യജീവിക്ക്, അതിന്റെ ബ്രെയിനെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടെക്നോളജി മാറിയിട്ട് നമുക്ക് കെമിക്കൽ പ്രൊപ്പൽഷൻ എന്നാണ് പറയാം ഇപ്പോഴത്തെ. ഇനി ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ പോലെയുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ പോലെയുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഇനി മാർസിലേക്കുള്ള ഒരു മനുഷ്യയാത്ര സാധ്യമാവുള്ളൂ. അത് ഐ തിങ്ക് 2040 ശേഷം നമ്മൾ ആലോചിച്ചാൽ മതിയാവും. ഓക്കെ. അപ്പം ഡോക്ടർ സാബു ജോസ്, ഒരുപാട് നന്ദി ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിനും ഇത്രയും സമയം ചെലവഴിച്ച അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു.